ജോൺ ക്രസൻസ്കിയെയും നത്താലി പോർട്ട്മാനെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ആപ്പിൾ TV+ലൂടെ റിലീസായ ഏറ്റവും പുതിയ സിനിമയാണ് ഫൗണ്ടൻ ഓഫ് യൂത്ത്. ഈ സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്ന ഗൈ റിച്ചിയാണ്. ഈ സിനിമ കോമഡി അഡ്വഞ്ചർ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ഒരു സിനിമയാണ്. ഈ സിനിമയിലെ കോമഡി വർക്കായിട്ടില്ല, അഡ്വഞ്ചർ വർക്കായിട്ടില്ല. ഇംഗ്ലീഷ് സിനിമ കണ്ടുപിടിച്ച കാലം തുടങ്ങിയുള്ള അതേ സെയിം സ്റ്റോറിയാണ് ഈ സിനിമയെ ഫോളോ ചെയ്യുന്നത്. ഒരുപാട് ക്ലീശേ രംഗങ്ങളുണ്ട് ഈ സിനിമയിൽ. ഒരു സിനിമയിൽ എപ്പോഴും ഒരു പുതിയ സ്റ്റോറി തന്നെ വേണമെന്ന് വാശി പിടിക്കാൻ പറ്റൂല, അത് ശരിയാണ്. പക്ഷെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വേണ്ടേ? അങ്ങനെ ഒന്നും തന്നെ ഈ സിനിമയിലില്ല. ഈ സിനിമ തുടങ്ങി അരമണിക്കൂറായുമ്പോൾ ഒരു ഷിപ്പിലൊരു സീക്വൻസ് ഉണ്ട്. അത് മാത്രമാണ് എനിക്ക് എന്തെങ്കിലും ഒരു ഹൈ തരുന്നതായിട്ട് ഈ സിനിമയിൽ തോന്നിയത്. അതിനുശേഷം അതിനു മുമ്പും സിനിമ ക്ലീശേ രംഗങ്ങൾ കൊണ്ട് കുത്തി നിറച്ച ഒന്നാണ്. നത്താലി പോർട്ട്മാന്റെയും ജോൺ ക്രസൻസ്കിയുടെയും ഒക്കെ പെർഫോമൻസ് വളരെ നല്ലത് തന്നെയായിരുന്നു. പക്ഷെ അങ്ങനെ കാണണം അല്ലെങ്കിൽ മസ്റ്റ് വാച്ച് എന്ന് പറയാൻ മാത്രം ഒന്നും തന്നെ സിനിമയിലില്ല. സിനിമ ഉണ്ടെന്നേയുള്ളൂ. അതായത് ആകെ 2 മണിക്കൂർ 5 മിനിറ്റ് ഈ സിനിമ ഉള്ളു. പക്ഷെ എനിക്ക് സിനിമ ഒരുപാട് ബോറടിച്ചു. ഒന്നും തന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സിനിമയിൽ എങ്ങും എനിക്ക് തോന്നിയില്ല. ആകെ കൂടി ആ ഷിപ്പിന്റെ അകത്തുള്ള ഒരു സീക്വൻസ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം മൊത്തം ക്ലീഷേ രംഗങ്ങളാണ് ഈ സിനിമ മൊത്തം. അതായത് ഏത് ക്യാരക്ടറിന്റെ അവസാനം ട്രാൻസ്ഫോർമേഷൻ വരും, ഏത് ക്യാരക്ടർ ഈ ക്ലൂ കണ്ടുപിടിക്കും എന്നൊക്കെ നമുക്ക് ആ സീൻ എത്രയും മുമ്പ് തന്നെ മനസ്സിലാവും. കാരണം ഒരുപാട് സിനിമയിൽ കണ്ട അതേ സെയിം സീൻസ് ആണ് ഈ സിനിമയിലുള്ളത്. ആകെ കൂടി ക്യാരക്ടേഴ്സും മാറി ആക്ടേഴ്സും മാറി എന്നുള്ളത് ചോദിച്ചാൽ ഇതിനു മുമ്പ് ഇറങ്ങിയിരിക്കുന്ന ട്രഷർ ഹണ്ട് സിനിമകളിലെ അതേ സെയിം പാറ്റേൺ 90s-ലും ഏർലി 2000s-ലൊക്കെ കണ്ട അതേ സിനിമയുടെ അതേ പാറ്റേൺ തന്നെയാണ് ഈ സിനിമയെ ഫോളോ ചെയ്യുന്നത്. ആപ്പിൾ TV+ലുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ, അതായത് കളയാൻ സമയമുണ്ടെങ്കിൽ മാത്രം ഒരു വട്ടം ചെക്കൗട്ട് ചെയ്ത് നോക്കാം.